ഹായ് പറ ഹായ് 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 അങ്ങോട്ട് ഹായ് പറ ഹായ് ഹായ്. അപ്പൊ ഞാൻ രാവിലെ അതിന് മുമ്പേ രാത്രി ഞാൻ മാവ കാട്ടി പണിയില്ല. എന്നിട്ട് രാവിലെ 5 മണിക്ക് എണീച്ച് പല്ല് തേച്ചിട്ട് കുളിച്ചിട്ട് വീടൊക്കെ ഒതുക്കും. വീട് ക്ലീൻ ആകും, എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കും. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ രാമ പറയും. അത് കഴിഞ്ഞ് ഞാൻ കോവിലിൽ പോയിട്ട് വന്നിട്ട് അപ്പോഴേക്കും ഇവരൊന്നും എണീക്കൂല. അപ്പൊ മണി 9 ഒക്കെ ആയിരിക്കാം. എന്നിട്ട് ഞാൻ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി. ദോശയും സാമ്പാറും ഉണ്ടാക്കി. എന്നിട്ട് ഇവരെ വിളിക്കും. അപ്പോഴേ എണീക്കില്ല. 11:30 ഒക്കെ ആവുമ്പോഴാണ് ഇവര് എണീക്കുന്നത്. എന്നിട്ട് ആട്ടിയ മാവ് ഞാൻ ചുട്ടു കൊടുക്കും. അല്ലെങ്കിൽ ചൂട് പോവും. അതുകൊണ്ട് ഞാൻ അവർ എണീക്കുന്ന സമയത്ത് ദോശ ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി വെച്ചത് കൊടുക്കും. എന്നിട്ട് ചായയും ആർക്കൊക്കെ കോഫി വേണോ ആർക്കൊക്കെ തേയില വേണോ അതൊക്കെ ഞാൻ കൊടുത്ത് അപ്പൂപ്പനെ പറഞ്ഞു വിടും ഓട്ടോറിക്ഷയ്ക്ക് ഓടാൻ. എന്നിട്ട് അപ്പൂപ്പ ഒരു 12:30 ആവുമ്പോ മീനും കൊണ്ടുവരാൻ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയായിട്ട് മീൻ പെട്ടെന്ന് ഉണ്ടാക്കി 5 മിനിറ്റില് ചമ്മന്തി സാമ്പാർ രാവിലെ വെച്ച സാമ്പാർ എല്ലാം ഒരു സാധനം പോലും ഇല്ലാതെ ഞാൻ ഇവർക്ക് ഒന്നും കൊടുക്കില്ല. എല്ലാം ഉണ്ടാക്കി കൊടുക്കും. സദ്യ പോലെയാണ് ഇവർക്ക് എല്ലാ ദിവസവും. എല്ലാ ദിവസവും ഞാൻ ഇവർക്ക് ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തിട്ട് ഇവരെ കിടത്തി ഓർക്കും. കിടത്തി ഉറക്കിയിട്ട് ഞാൻ ഇവിടെ ഒതുക്കിയിട്ട് പിന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അപ്പൻ്റെ ഓട്ടയൊക്കെ കഴുകിയിടും. പിന്നെ ഇവിടെ മാമനുണ്ട്. മാമന്റെ വണ്ടിയിലൊക്കെ മാമന് നല്ല വൃത്തിയാക്കിയിട്ടാണ്. ഓ അതെ അതെ പറ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കോഫി വൈകിട്ട് എല്ലാ ദിവസവും കോഫിയാണ്. അവരങ്ങനെ ശീലിച്ചു പോയി. പിന്നെ പിറ്റേ ദിവസം ആവുമ്പോ ഞാൻ ഇവർക്ക് വെറൈറ്റിക്ക് വേണ്ടി ഞാൻ പിറ്റേ ദിവസം രാത്രി ഒരു വെറൈറ്റിക്ക് വേണ്ടി വല്ല പെറോട്ട എന്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അപ്പോഴേക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഇവര് തിന്നിട്ട് അവരുറങ്ങിയിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി പാത്രമൊക്കെ വൃത്തിയാക്കി വീടൊക്കെ ഒതുക്കി വെച്ച് ഞാൻ എന്നിട്ട് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോഴേക്കും ഒരു 12:30 ആക്കാം. എന്നിട്ട് വീണ്ടും ഈ അമ്മ പകുതി എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 4 മണിക്ക് എണീച്ചിട്ട് വീണ്ടും വിശക്കണമെന്ന് പറയും. അപ്പൊ ഞാൻ വീണ്ടും ദോശയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കും. അടുത്ത ഒരു 5:30 ആവുമ്പോ അപ്പൂപ്പനെ ഓട്ടോ ഓടാൻ പോകുമ്പോ ഞാൻ അപ്പൂപ്പനെ വിളിക്കുന്നത് രാവിലെ വിളിക്കുന്നത്. എന്നിട്ട് അപ്പൂപ്പൻ പോകുമ്പോഴേക്കും ഇവിടെ അമ്മൂമ്മ ഒറ്റയ്ക്കായി. പറയുന്നത് ശരിയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും 5 മണിക്ക് ഞാൻ ഇവിടത്തെ വിഷ്ണു കോവിലിൽ പോയിരിക്കും. കോച്ചിന്റെ അടുത്ത് ചോദിച്ച എല്ലാ ദിവസവും വിഷ്ണു കോവിലിൽ പോയി അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഞാൻ ഇവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ വിളക്കൊക്കെ കത്തിക്കും. അപ്പം ഇത്രേ ഉള്ളു. ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ അഭിമുഖം ഭയങ്കരമായിരുന്നു. പക്ഷെ പ്രവൃത്തി ഗുഡ് നൈറ്റ്.
അപ്പൊ ഞാൻ രാവിലെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്. അപ്പൊ ഞാനിപ്പോ മുട്ട പോയി വേവിച്ചിട്ട് വരാം. പോയി വേഗം ഇരിക്കോ. അല്ല രാവിലെ എഴുന്നേറ്റ് നേരെ കച്ചട്ടില്ല